ഗസയിൽ ഹമാസിന്റെ തിരിച്ചടിയിൽ പതറി ഇസ്രായേൽ സേന. ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. 4 സൈനികരെ കാണാനില്ലെന്ന റിപ്പോർട്ട് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. തിരിച്ചടിക്ക് പിന്നാലെ ഗസയിലെ അൽ സൈത്തൂനിൽ നിന്ന് സൈന്യത്തെ ഇസ്രായേൽ പിൻവലിച്ചു. ഗസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇന്ന് 50 പേർ കൊല്ലപ്പെട്ടു. ഇതിനിടെ UN ജനറൽ കൌൺസിലിലെ ഫലസ്തീനിയൻ പ്രതിനിധികൾക്ക് അമേരിക്ക യാത്ര നിഷേധിച്ചു. ഫലസ്തീനിയൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെയും മറ്റ് ഫലസ്തീൻ പ്രതിനിധികളുടെയും വിസയാണ് നിഷേധിച്ചത്. US നടപടിയെ ചോദ്യം ചെയ്ത് ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, ഹമാസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി തന്നെയാണോ ഇസ്രായേൽ സൈന്യത്തിന് നേരിടേണ്ടി വന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഈ പിന്നിട്ട ചില ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള 3 ആക്രമണങ്ങളാണ് ഇന്നലെ ഇസ്രായേൽ സേനയ്ക്ക് നേരിടേണ്ടി വന്നത്. വളരെ ആസൂത്രിതമായിട്ടും വളരെ സൈനികമായിട്ടും ഒരുപക്ഷെ ഇസ്രായേലിന് സമീപകാലത്ത് ഏറ്റവും വലിയ തോതിൽ ഞെട്ടിച്ച ഒരു ആക്രമണം കൂടിയായിരുന്നു ഈ 3 ആക്രമണങ്ങളും. അൽ സൈത്തൂൻ പ്രവിശ്യയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായിട്ടും ബാരക്കിലേക്ക് പിൻവലിക്കാൻ പോലും ഈ ഒരു സംഭവത്തോടുകൂടി ഇസ്രായേൽ നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യവും രൂപപ്പെട്ടു. അത്രയും വളരെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് തങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം വളരെ ഗറില്ല യുദ്ധ മാതൃകയിലുള്ള ഒരു നീക്കം കൂടിയായിരുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്ന് രൂപപ്പെട്ടത്. ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായിട്ടും 11ഓളം സൈനികർക്ക് പരിക്കേറ്റു. ഈ 11 സൈനികരിൽ പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 സൈനികർക്ക് വേണ്ടി ഇന്ന് രാവിലെ വരെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ നടന്നിരുന്നു. പക്ഷേ ഈ സൈനികർ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ഇന്ന് വൈകിട്ട് ഇസ്രായേൽ സേന പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ചില സൈനികർ ഹമാസിന്റെ പിടിയിലകപ്പെട്ടതായിട്ടുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഇപ്പോൾ പോലും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് സംബന്ധിച്ച ഒരു വിശദീകരണം മിക്കവാറും ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന ഒരു സൂചന പുറത്തുവിടുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെ ഹമാസ് ഒരു ചിത്രം പുറത്തുവിട്ടിരുന്നു. ഒന്നുകിൽ പിന്നെ മരണപ്പെടാൻ സൈന്യത്തോട് തയ്യാറായിരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ തടവിലാക്കപ്പെടുമെന്ന വളരെ കർശനമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസിന്റെ സൈനിക വിഭാഗമായിട്ടുള്ള അൽ ഖസാം ബ്രിഗേഡ് നൽകിയിരിക്കുന്നത്. എന്തായാലും അടുത്ത നീക്കങ്ങൾ വളരെ തീരുമാനിച്ചുറച്ചിട്ടും കരുതലോടുകൂടിയും മതിയെന്ന് സൈനിക നേതൃത്വം വിവിധ റെജിമെന്റുകളെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. പക്ഷെ അതേസമയം ഗസ സിറ്റിയിലേക്കുള്ള തങ്ങളുടെ ആക്രമണം, വംശഹത്യ പദ്ധതി കൂടുതൽ ശക്തമായിട്ട് തുടരാൻ ഇന്ന് ഇസ്രായേൽ തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വസതികൾ ഇടിച്ചു നിരപ്പാക്കാനും താമസ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനും ഇസ്രായേൽ തുനിയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. 50-ലധികം പേരാണ് ഇന്നും ഗസ സിറ്റിയിലും മറ്റുമായിട്ട് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടിണി മരണവും അതിന്റെ വ്യാപ്തിയിലേക്ക് നീങ്ങുകയാണ്. 8 പേർ പട്ടിണി മൂലം പിന്നിട്ട് 24 മണിക്കൂറുകളിൽ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ദിവ്യ, MCA, അതിനിടെ എന്താണ് UN ജനറൽ കൌൺസിലെ ഫലസ്തീനിയൻ പ്രതിനിധികൾക്ക് അമേരിക്ക യാത്ര നിഷേധിക്കാൻ കാരണമായത്? ദിവ്യ, ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ്. കാരണം അടുത്ത മാസം 23-നാണ് UN പൊതുസഭാ സമ്മേളനം ചേരാനിരിക്കുന്നത്. മിക്ക രാജ്യങ്ങളും ഏതാണ്ട് 125-ലധികം രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. അതിൽ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് നീക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ബ്രിട്ടൻ, ജർമ്മനി, കാനഡ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഭൂരിഭാഗം രാജ്യങ്ങളും ഏതാണ്ട് 140ഓളം രാജ്യങ്ങൾ പിന്തുണയ്ക്കുമെന്നാണ് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അങ്ങനെ സംഭവിക്കുന്നതിനെ തടയിടുക എന്ന ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു നീക്കമാണിപ്പോൾ പല തലങ്ങളിലായിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. നയതന്ത്ര തലത്തിൽ ഈ രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെയും മറ്റും ഈ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് ഈ പലസ്തീൻ അധികൃതർക്ക്, പലസ്തീനുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള വിസ റദ്ദാക്കാനുള്ള ഒരു തീരുമാനം അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഒരു അഭ്യർത്ഥനയുടെ വെളിച്ചത്തിൽ കൂടിയാണ് ഈ ഒരു തീരുമാനം. ആ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും, യൂറോപ്യൻ യൂണിയൻ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നു. കാരണം ഇത്തരം നീക്കങ്ങൾ ശരിയല്ല, പലസ്തീനെ അനുവദിച്ചിരിക്കുന്ന ആ വിസ തുടരണം, അത് പിൻവലിക്കുന്നതോ അത് റദ്ദാക്കുന്നതോ
ഉള്ള നടപടികൾ വളരെ പ്രതികൂലമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും രൂപപ്പെടുത്തുക. അത് പൊതുവായിട്ടുള്ള ഈ പശ്ചിമേഷ്യൻ സമാധാന പദ്ധതിയെ തുരങ്കം വെക്കും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിൽ നിന്ന് അമേരിക്ക പിന്തിരിയണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ വളരെ ശക്തമായിട്ടുള്ള അമേരിക്കക്കെതിരായിട്ടുള്ള പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നു. ഇത്തരം നീക്കങ്ങൾ ഈ സമീപനങ്ങൾ തുടരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ മേഖലയുടെ പശ്ചിമേഷ്യൻ സമാധാനം കൂടുതൽ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങും. ഈ പ്രശ്നം പരിഹരിക്കാൻ സൈനികമായിട്ടുള്ള നടപടികളല്ല വേണ്ടത്, മറിച്ച് നയതന്ത്ര തലത്തിലുള്ള സമാധാനപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകണം. അതിന് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പിറവിയെടുക്കുക എന്നത് തന്നെയാണ് അതിനുള്ള ഏക പരിഹാര മാർഗം. അത്തരമൊരു നീക്കത്തെ തുരങ്കം വെക്കാൻ അമേരിക്ക ശ്രമിക്കരുത് എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഫ്രാൻസും. ഇവിടെ നോക്കൂ, ഗസയിൽ അധികം വൈകാതെ ഉടൻ തന്നെ സമാധാനം ഉണ്ടാകും, വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് അമേരിക്ക പറയുന്നു. മറുവശത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഗസയിലുടനീളം ഇസ്രായേൽ നടത്തുന്നു. ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ചേർന്നൊരു നാടകം കളിക്കുകയാണ് എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്? ദിവ്യത്, നേരത്തെ മുതൽ തന്നെ പിന്നിട്ട് മുക്കാൽ നൂറ്റാണ്ടായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൃത്തികെട്ട അല്ലെങ്കിൽ ഏറ്റവും അശ്ലീലം കലർന്നിരിക്കുന്ന ആ ഒരു സമീപനം തന്നെയാണ് ഈ ഘട്ടത്തിലും. കാരണം ഇത്രയേറെ മനുഷ്യർ കൊല്ലപ്പെട്ടിരിക്കുന്ന, ഔദ്യോഗികമായിട്ട് 63,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 10,000 മൃതദേഹങ്ങൾ ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വംശഹത്യാ പദ്ധതിയുടെ ഭാഗമായിട്ട് പട്ടിണി ആയുധമാക്കി മാറ്റുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 320-ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുന്നത് ഈ അമേരിക്ക നൽകുന്ന ഒരു പരിരക്ഷ, അത് സൈനികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള പരിരക്ഷ മാത്രമല്ല, നയതന്ത്ര തലത്തിൽ അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്ന വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഈ ഒരു പിന്തുണ കൂടിയാണ് ഇസ്രായേലിന് ഇത്രയും ഒരു കൂട്ടക്കുരുതി നടത്താനും ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഗസ സിറ്റിയിലേക്ക് പോലും കടന്നാക്രമണം നടത്തി സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കാനും ഈ സിവിലിയൻ കൂട്ടക്കുരുതി പട്ടിണിയിലൂടെയും മരുന്ന് നിഷേധിച്ചും ആരോഗ്യ സംവിധാനങ്ങൾ തകർത്തും മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയും ഒക്കെ ഈ വംശഹത്യാ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ഇസ്രായേലിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്രായേലിന് ആ ഒരു അമേരിക്ക നൽകുന്ന ഒരു പിന്തുണയുടെ ബലത്തിലാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ഒത്തുകളിയാണോ എന്നതിന് ആ ചോദ്യം പോലും അപ്രസക്തമാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളും പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് ഈ സയനിസ്റ്റ് ലോബിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഒരു വിസ നിഷേധത്തിലും കാണുന്നത്. അതുകൊണ്ട് ഈ പലസ്തീനികൾക്കുള്ള വിസ നിഷേധിക്കുന്നത് മാത്രമല്ല, അതൊരു തുടർച്ചയായിട്ട് വരുന്ന ഈ നീതി നിഷേധത്തിന്റെ മറ്റൊരു ഭാഗം എന്ന നിലക്ക് കൂടിയാണ് ആക്രമണം ഗസയിലുടനീളം ഇസ്രായേൽ നടത്തുമ്പോഴും ഇസ്രായേലിനും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്.